ദേവസ്വം ക്ഷേത്രങ്ങളിൽ ആനയെ പങ്കെടുപ്പിക്കുന്നത് പരിമിതപ്പെടുത്താൻ ധാരണ. ആറാട്ടിലും പള്ളിവേട്ടയ്ക്കും മാത്രം ആനയെ ഉപയോഗിച്ചാൽ മതിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തന്ത്രി സമൂഹവും ധാരണയിലെത്തി. നവാഹം, സപ്താഹം, പറയെടുപ്പ് എന്നിവയ്ക്ക് ആന വേണ്ട. ഉത്സവാഘോഷങ്ങളിൽ ലേസർ ലൈറ്റ്, DJ എന്നിവ നിരോധിക്കാനും ധാരണയായി. നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കും. വിശദാംശങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഏത് തരത്തിലുള്ള ധാരണയ്ക്കാണ് ഈ ഒരു യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്? ഒരു ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന. നിർദ്ദേശം ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രി സമൂഹവും ധാരണയിലാണ് ഇങ്ങനെ ഒരു എത്തിയിരിക്കുന്നത്. ആന ആറാട്ടിനും അതുപോലെ തന്നെ പള്ളിവേട്ടയ്ക്കും മതി എന്നാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തന്ത്രി ഉൾപ്പെടെയുള്ള അംഗങ്ങളും ചേർന്ന് എടുത്തിരിക്കുന്ന ഒരു ധാര. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ആനയുടെ ഉപയോഗം കുറയ്ക്കുമെന്നും അതുപോലെ തന്നെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ആനയുടെ എണ്ണം പരിമിതപ്പെടുത്താനുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത്. ആനയ്ക്ക് പകരം ജീവിതം മതി എന്നാണ്. നവാഹം, അതുപോലെ സപ്താഹം, പറയെടുപ്പ് എന്നിവയ്ക്ക് മാത്രം ആന എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ആനയെ കൊണ്ടുവന്നാൽ മതി എന്നാണ് പുതിയ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഒരു സമയങ്ങളിൽ ജീവിത, അതുപോലെ തന്നെ ദേവാഹനം, രഥം എന്നിവ ഉപയോഗിച്ചാൽ മതി. ആനയുടെ ഉപയോഗം തീർത്തും കുറയ്ക്കാം എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ധാരണ. ദേവസ്വം ക്ഷേത്രങ്ങളിലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് പണക്കൊഴുപ്പും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആന എഴുന്നള്ളിപ്പിന് ആയിട്ട് വരുന്ന ചിലവുകൾ അധികമാണ്. അതുപോലെ തന്നെ ലേസർ ലൈറ്റിന്റെ ഉപയോഗം, DJ എന്നിവയെല്ലാം നിരോധിക്കും എന്നുകൂടി ഈ ഒരു നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഈ ഇതെല്ലാം ധാരണകളാണ്. എന്നാൽ ഇതിനുള്ള നിർദ്ദേശങ്ങൾ ബോർഡ് സർക്കാരിനെ അറിയിച്ചതിന് ശേഷം സർക്കാർ ആയിരിക്കും ഇതിനുള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് ഇപ്പോൾ നമ്മളോട് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മറ്റ് അധികൃതരും അറിയിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ലേസർ ഉപയോഗം എല്ലാം കൊണ്ട് തന്നെ DJയും ഈ ഒരു എഴുന്നള്ളിപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ സമയത്ത് കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ അവർ ധാരണയിലെത്തിയിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഉടനെ തന്നെ പുറപ്പെടുവിക്കാൻ സർക്കാരിനോട് പറയും, അല്ലെങ്കിൽ സർക്കാരിനോട് ഇതിനു വേണ്ടിയുള്ള ശുപാർശ ചെയ്യും എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. KP. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.